അമേരിക്ക അറേബ്യൻ രാജ്യങ്ങൾക്ക് ബാധ്യതയാകുന്നു എന്ന് സൗദി അറേബ്യ. ഇതേ അഭിപ്രായം ഏതാനും ദിവസങ്ങൾക്ക് മുമ്പ് UAE അമേരിക്കയുടെ അംബാസഡറോട് പറഞ്ഞിരുന്നു. നിങ്ങളുടെ കാരണത്താലാണ് ഞങ്ങളുടെ ദേശത്തേക്ക് ഇറാൻ നിരന്തരം ആക്രമണം നടത്തുന്നത്, നിങ്ങൾ ഞങ്ങൾക്ക് ബാധ്യതയാകുന്നു എന്ന തരത്തിൽ. സൗദി അറേബ്യ ആ സമയത്ത് സൈലൻ്റ് ആയിരുന്നെങ്കിൽ ഇപ്പോൾ കർക്കശമായ രീതിയിൽ, ഒരു കയർത്ത രീതിയിൽ സംസാരിക്കുന്നുണ്ട് എന്നുള്ള റിപ്പോർട്ടാണ് ഇപ്പോൾ പുറത്തു വരുന്നത്. അതിൻ്റെ കാര്യം, അമേരിക്കക്ക് സ്ഥിരമായ രീതിയിലെ സൈനിക ബേസ് ഇല്ലാത്ത രാജ്യമാണ് സൗദി അറേബ്യ. UAEയിലും ബഹ്റൈനിലും ഖത്തറിലുമെല്ലാം സ്ഥിരമായിരിക്കുന്ന സൈനിക ബേസ് ഉണ്ട്. ആ സൈനിക ബേസിൽ പരമാവധി ആ രാജ്യത്തിലെ ഭരണാധികാരികൾക്ക് കടുത്ത നിയന്ത്രണ കാര്യങ്ങളൊന്നുമില്ല. അവരുടെ ദേശം പോലെ തന്നെ അവർ കൊണ്ടു നടക്കുന്നു എന്നുള്ളത്. എന്നാൽ സൗദി അറേബ്യയിൽ അൽഖർജ് പ്രവർത്തിക്കുന്ന പ്രിൻസസ് സുൽത്താൻ എയർബേസ് എന്ന് പറഞ്ഞാൽ ഒരു കരാർ അടിസ്ഥാനത്തിൽ അത്യാവശ്യമുണ്ടെങ്കിൽ മാത്രം നയതന്ത്ര ബന്ധങ്ങൾ നിലനിൽക്കുന്ന രാജ്യം എന്ന നിലക്ക് സൗദി അറേബ്യയും UAEയും തമ്മിലുണ്ടാക്കിയിരിക്കുന്ന താൽക്കാലിക ഉടമ്പടിയാണ്. അവിടേക്ക് വരുന്ന വിമാനത്തെക്കുറിച്ചും പോകുന്ന വിമാനത്തെക്കുറിച്ചും സൈനികപരമായിരിക്കുന്ന സംവിധാനത്തെക്കുറിച്ചും വളരെ കൃത്യമായ രീതിയിൽ സൗദി അറേബ്യ അറിയുന്നുണ്ട്. അറിയണം എന്നുള്ളത് കരാറാണ്. അപ്പോൾ ഈ ഒരു കരാർ വ്യവസ്ഥ പ്രകാരമാണ് താൽക്കാലികമായ രീതിയിൽ സുഹൃത്തുക്കൾ എന്ന നിലക്ക് എയർബേസ് അനുവദിച്ചത്. അതൊരു പരിധി കഴിഞ്ഞാൽ 1 മാസം 2 മാസമൊക്കെ പ്രാക്ടിക്കൽ നൽകുന്നു, അതിനുശേഷം തിരിച്ചു പോകുന്നു. ഇതാണ് അവിടുത്തെ പരിപാടികളുള്ളത്. എന്നാൽ ഈ മേഖല കേന്ദ്രീകരിച്ചുകൊണ്ട് അമേരിക്ക ആക്രമിച്ചിട്ടുണ്ട് എന്ന് ഇറാൻ ആരോപിക്കുകയും അതിൻ്റെ അടിസ്ഥാനത്തിൽ ഇറാൻ തിരിച്ചടിക്കുകയും ചെയ്തു. ഇതാണ് സൗദി അറേബ്യ ചൊടിപ്പിച്ചത്. തങ്ങൾ വളരെ കൃത്യമായ രീതിയിൽ പറഞ്ഞിട്ടുണ്ട്, തങ്ങളുടെ ഭൂപ്രദേശത്തിൽ നിന്ന് മറ്റൊരു രാജ്യത്തെ, ഇറാനെയോ വേറൊരു രാജ്യത്തെ ആക്രമിക്കാൻ വേണ്ടി ഭൂമിയുടെ പ്രതലം ഉപയോഗിക്കാൻ പാടില്ല എന്നുള്ള കരാർ വ്യവസ്ഥ അമേരിക്ക ലംഘിച്ചിരിക്കുന്നു. അത് തെറ്റായിരിക്കുന്ന ഒരു കീഴ്വഴക്കമാണ് എന്നുള്ളതും, ഇത് ഞങ്ങൾക്ക് ബാധ്യതയാകുകയാണെങ്കിൽ നിങ്ങൾ ഘട്ടം ഘട്ടമായ രീതിയിൽ ഇവിടുന്ന് ഒഴിഞ്ഞു പോവുകയാണ് വേണ്ടത് എന്ന് പോലും പറഞ്ഞിട്ടുണ്ട് എന്നാണ് അറിയാൻ വേണ്ടി സാധിക്കുന്നത്. അപ്പോൾ ഇവിടുത്തെ രണ്ടാമത്തെ ഒരു വിഷയം ഇതിനോടനുബന്ധിച്ച് വരുന്നത്, UAEയിലുള്ള റാസൽ കൈമയിൽ നിന്ന് ജനങ്ങളോട് ഒഴിഞ്ഞു പോകാൻ വേണ്ടിയിട്ട് ഇറാൻ ആവശ്യപ്പെട്ടു. ആ റാസൽ കൈമയിൽ ഇപ്പോൾ എംബസിയോ കോൺസുലേറ്റോ അമേരിക്കയുടെ പ്രവർത്തിക്കുന്നൊന്നുമില്ല, സ്ഥാപനങ്ങളാണ്, കമ്പനികളാണ്. ഈ റിഫൈനറിയുടെ ചില മേഖലകൾ പ്രവർത്തിക്കുന്നുണ്ടെങ്കിൽ പോലും അതിൽ അമേരിക്ക പങ്കാളിത്തം ഇല്ലാത്തതാണ് എന്നാണ് പറയപ്പെടുന്നത്. എന്നാൽ എന്തുകൊണ്ട് ഇതിങ്ങനെ പറഞ്ഞു എന്ന് ചോദിച്ചാൽ, ഇവിടെ നിന്ന്, അതായത് ഈ പറയപ്പെട്ട റാസൽ കൈമയിലെ പ്രത്യേക ഒരു ഏരിയകളൊക്കെ പറയുന്നുണ്ട്. ആ ഏരിയകളിൽ നിന്ന് ഇറാനെ അമേരിക്ക ആക്രമിച്ചിരിക്കുന്നു. അതായത് കർഗ് ദ്വീപിലേക്ക് നേരെ നടത്തിയിരിക്കുന്ന ആക്രമണം UAEയിലെ റാസൽ കൈമ കേന്ദ്രീകരിച്ചുകൊണ്ടാണ് എന്നാണ് ഇറാൻ പറയുന്നത്. അത് ഞങ്ങൾ കൃത്യമായ രീതിയിൽ അന്വേഷണത്തിൽ അത് മനസ്സിലാക്കിയിട്ടുണ്ട് എന്നതിനാൽ ഈ മേഖലയിൽ ശക്തമായിരിക്കുന്ന ആക്രമണം തങ്ങളുടെ ഭാഗത്തുണ്ടാവും. അവിടെ സീപോർട്ടൊക്കെ പ്രവർത്തിക്കുന്നുണ്ട്. അത് മാത്രവുമല്ല, എനർജിയുമായിട്ട് ബന്ധപ്പെട്ട മേഖല പ്രവർത്തിക്കുന്നുണ്ട്. അതിൽ അമേരിക്ക നിക്ഷേപം നടത്തിയിട്ടുണ്ട് എന്നൊക്കെ പറയുന്നു. ഈ മേഖല എവിടെയോ ഉപയോഗിച്ചിട്ടാണ് കർഗ് ദ്വീപിൽ വലിയ രീതിയിലുള്ള ആക്രമണമാണ് നടത്തിയത്. അത് ഇറാൻ്റെ പെട്രോൾ കെമിക്കൽ സംവിധാനമാണ്. അതിൻ്റെ ഒരു ഭാഗം തകരുകയും തീപിടിക്കുകയും ചെയ്തു. വലിയ സാമ്പത്തിക ബാധ്യത നഷ്ടങ്ങൾ ഉണ്ടായിട്ടുണ്ട്. എനർജിയുമായിട്ട് ബന്ധപ്പെട്ട മേഖല പ്രവർത്തിക്കുന്നത് ഈ പറയപ്പെട്ട കർഗ് ദ്വീപിനോട് ചേർന്നിട്ടാണ്. ചരിത്രത്തിൽ ആദ്യമായിട്ടാണ് അത്തരം ഒരു ആക്രമണം നടത്തിയത്. ലോകത്തിൽ ഏറ്റവും ശ്രദ്ധേയമായിരിക്കുന്ന പ്രദേശങ്ങളിലൊന്നായിട്ടാണ് കർഗ് ദ്വീപ് അറിയപ്പെടുന്നത്. ഇതിന് UAE കൂട്ടുനിന്നിട്ടുണ്ട്. അതിനാൽ അതിൻ്റെ തിരിച്ചടി വല്ലാതെ വൈകാതെ ഈ മേഖല കേന്ദ്രീകരിച്ചുകൊണ്ട്, അഥവാ റാസൽ കൈമ മേഖല കേന്ദ്രീകരിച്ചുകൊണ്ട് നടത്തുമെന്നും ജനങ്ങൾ ഒഴിഞ്ഞു പോകണം എന്നും പറയപ്പെട്ടതായിരിക്കുന്ന റിപ്പോർട്ട് ഇപ്പോൾ പുറത്തു വന്നു. അപ്പോൾ സൗദി അറേബ്യ ഓൾറെഡി ഇവരുമായിട്ട് ഉടക്കി നിൽക്കുകയാണ്. സൗദിയുടെ മണ്ണ് ആക്രമിക്കാൻ വേണ്ടി വിട്ടു നൽകില്ലെന്നും ആ പ്രദേശം അതിനുവേണ്ടി ഉപയോഗിക്കരുത് എന്നുള്ളതും, അത് ഉപയോഗിച്ചാൽ അത് ബന്ധത്തെ സാരമായിട്ട് ബാധിക്കുമെന്നുള്ളതാണ്. അമേരിക്കയുടെ ഈ സൗദി അറേബ്യയുടെ പെട്രോൾ കെമിക്കലുമായിട്ട് ബന്ധപ്പെട്ട, അല്ലെങ്കിൽ എണ്ണപ്പാടുമായിട്ട് ബന്ധപ്പെട്ട പരമാവധി മേഖലയിലെല്ലാം ഈ അമേരിക്കക്ക് നിക്ഷേപങ്ങളുണ്ട്, അല്ലെങ്കിൽ അവർ സംയുക്തമായ രീതിയിലാണ് ചെയ്യുന്നത്. ആരാംകോയുടെ ചില ഭാഗങ്ങളൊക്കെ ഈ അമേരിക്കയുടെയും സൗദി അറേബ്യയുടെയും സംയുക്തമായ രീതിയിലാണ്. UAEയുടെയും ഏറെക്കുറെ അങ്ങനെ തന്നെയാണ്. ഇവർ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ വലിയ ലിങ്ക് ഉണ്ട്. ഇപ്പോൾ ഖത്തറിനെ ആക്രമിച്ചു ഇറാൻ. ഖത്തറിനെ ആക്രമിച്ച് അവിടുത്തെ പെട്രോളിയം ഗ്യാസ് മേഖല കേന്ദ്രീകരിച്ചുകൊണ്ട് ആക്രമിച്ചു എന്ന് പറയുന്ന സമയത്ത് യഥാർത്ഥത്തിൽ ഇറാൻ എന്ന് പറയുന്ന രാജ്യവും ഖത്തർ എന്ന് പറയുന്ന രാജ്യവും പെട്രോൾ കെമിക്കലുമായിട്ട് ബന്ധപ്പെട്ട് ലിങ്ക് ചേർന്ന് പ്രവർത്തിക്കുന്ന ഏരിയകളുണ്ട്. അത് ഇറാനിലുണ്ട്, അതേ തന്നെ ഖത്തറിലും ഇറാനിൽ ഇതേപോലെ തന്നെ ഡെപ്പോസിറ്റ് ഉണ്ട്. അങ്ങനെ നിക്ഷേപവും നടത്തുന്ന രീതി കാര്യങ്ങൾ അവിടെയുണ്ട്. രണ്ട് മേഖലയിൽ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ഇവരൊക്കെ അങ്ങോട്ടുമൊക്കെ പൂരിതങ്ങളായിരിക്കുന്ന ബന്ധങ്ങളുണ്ട് എന്ന് ചുരുക്കം, ശത്രുക്കളല്ല. അപ്പോൾ അറേബ്യൻ മേഖലയിലേക്ക് നിരന്തരം വലിയ രീതിയിൽ ആക്രമണം ഇറാൻ നടത്തുന്നതിന് പ്രധാനമായിരിക്കുന്ന കാര്യം ഏകദേശം ഒരു പറയുന്നത് ഇങ്ങനെയാണ്, 45 മുതൽ
65 വരെ ഏകദേശം 70% ആക്രമണം നടന്നതും അറേബ്യൻ മേഖലയിൽ നിന്നാണ് ഇറാന് നേരെ. അത് അറേബ്യൻ രാജ്യങ്ങൾ ഒരുപക്ഷെ അറിഞ്ഞിട്ടുണ്ടാവില്ല, ഒരുപക്ഷെ അറിഞ്ഞിട്ടുണ്ടാവാം. കാരണം അവർക്ക് പ്രതിരോധിക്കാൻ സാധിക്കാത്തത് കൊണ്ടാണ്. ഞങ്ങൾ ശ്രദ്ധിക്കുന്ന സമയത്തെല്ലാം ആക്രമണം നടന്നത് ഇവിടെ നിന്നാണ്. അതുകൊണ്ടാണ് ഇവിടേക്ക് ഞങ്ങൾ തിരിച്ചടി നൽകുന്നത്. വളരെ അപൂർവമായ രീതിയിലാണ് ഈ മെഡിറ്ററേനിയൻ കടലിൽ നിന്ന് അമേരിക്കയുടെ യുദ്ധക്കപ്പലിലൂടെയും അതേപോലെ തന്നെ അറേബ്യൻ കടലിൽ നിന്ന് അമേരിക്കയുടെ കപ്പലിൽ നിന്നും തങ്ങൾക്ക് ആക്രമണം നടത്തിയത്. പിന്നെ അമേരിക്ക ആക്രമിച്ചു എന്ന് പറഞ്ഞ് ഇസ്രായേലിൽ നിന്ന് മിസൈൽ അയച്ചതിൽ അമേരിക്കക്ക് പങ്കുണ്ട്, അതും പറയുന്നുണ്ട്. അതുകൊണ്ട് ഇസ്രായേലിലേക്ക് ഞങ്ങൾ നിരന്തരം ആക്രമിച്ചു കൊണ്ടേയിരിക്കുന്നു. അറേബ്യൻ രാജ്യത്തെ ആക്രമിക്കാനുള്ള കാരണം നിങ്ങളുടെ നിങ്ങൾ അവർക്ക് എല്ലാവിധ പരവതാനും വിരിച്ചു കൊടുക്കുന്നു, എന്നിട്ട് ഞങ്ങൾ ആക്രമിപ്പിക്കുന്നു എന്നുള്ള പരാമർശങ്ങളൊക്കെയാണ് വരുന്നത്. അപ്പോൾ ഇങ്ങനെ രൂക്ഷമായിരിക്കുന്ന സമയത്ത് ഇപ്പോൾ ഇത്രയും വലിയ രീതിയിലുള്ള സാമ്പത്തിക നഷ്ടങ്ങളും ബാധ്യതകളും അറേബ്യൻ രാജ്യങ്ങൾക്ക് ഉണ്ടായിട്ടുണ്ട്. അത് ലോക വിപണിയെ സാരമായിട്ട് ബാധിച്ചിട്ടുണ്ട് എന്നുള്ള കാര്യം നമുക്കറിയാവുന്നതാണ്. അപ്പോൾ ഇപ്പോൾ നിലനിൽക്കുന്ന വിഷയം എന്ന് പറയുന്നത് ഇത്രയൊക്കെ ആയിട്ടും അറേബ്യൻ രാജ്യങ്ങളിൽ നിന്ന് ഇറാൻ്റെ നേരെ ആക്രമണം ഉണ്ടായിട്ടില്ല. പല ഘട്ടങ്ങളിലും പല തരത്തിലും അമേരിക്ക അറേബ്യൻ രാജ്യങ്ങളോട് തങ്ങളുമായിട്ട് സഹകരിക്കാനും ചേർന്ന് നിൽക്കാനും സംയുക്തമായ രീതിയിൽ ആക്രമണത്തിനും താല്പര്യം കാണിച്ചതാണ്. ആ താല്പര്യത്തിനൊക്കെ എതിര് നിന്ന രാജ്യങ്ങളിൽ 1-ാം നമ്പർ രാജ്യം സൗദി അറേബ്യയാണ്. അമേരിക്കയുമായിട്ട് സഹകരിച്ചുകൊണ്ട് ഇറാന് നേരെ ആക്രമണം നടത്തുന്ന ഒരു രീതികളും തങ്ങൾ അനുവദിക്കില്ലെന്നും തങ്ങളുടെ ഭൂപ്രദേശം അതിന് വിട്ടു നൽകില്ലെന്നും ആക്രമിക്കേണ്ട ഒരു സാഹചര്യം വന്നാൽ ഞങ്ങൾ ഒറ്റക്ക് ആക്രമിക്കുമെന്നാണ് പറഞ്ഞത്. ഒരിക്കൽ പോലും അമേരിക്കയോട് സംയുക്തമായി ചേർന്നുകൊണ്ടൊരു ആക്രമണം ഇറാനെതിരെ ഞങ്ങളുടെ ഭാഗത്ത് ഉണ്ടാവില്ല, ആ കാര്യത്തെക്കുറിച്ച് സംസാരിക്കുകയും വേണ്ട എന്നൊക്കെ പറഞ്ഞ സമയത്താണ് ഇവരിപ്പോൾ അൽഖർജിലെ പ്രിൻസസ് സുൽത്താൻ എയർബേസ് കേന്ദ്രീകരിച്ചുകൊണ്ട് താൽക്കാലികപരമായി ടെമ്പററി ആയിട്ട് കൊടുക്കപ്പെട്ട ഈ എയർബേസ് കേന്ദ്രീകരിച്ചുകൊണ്ട് ഇറാൻ ആക്രമിക്കുന്നു. ആ ആക്രമണത്തിൽ ശക്തമായിരിക്കും തിരിച്ചടികൾ ഉണ്ടാകും. 3-ലധികം സൈനികർ അവിടെ കൊല്ലപ്പെട്ടെന്ന റിപ്പോർട്ടാണ് ഏതാനും ദിവസങ്ങൾക്ക് മുമ്പ് വന്നത്. അതിനൊരു സ്ഥിരീകരണമായിട്ട് അമേരിക്ക ഒന്നും പറഞ്ഞിട്ടില്ല എന്ന് പറയുന്നു. അപ്പോൾ ഇങ്ങനത്തെ ഒരു വിഷയം വന്നതോട് കൂടിയിട്ട് ഇത് ഒന്നും കൂടി സങ്കീർണമായി, അതായത് അറബ് രാജ്യങ്ങളും അമേരിക്കയും ഇപ്പോൾ തെറ്റുന്നിടത്തേക്ക് കാര്യങ്ങൾ പോകുന്നു. ഒന്നുകിൽ നിങ്ങൾ പ്രശ്നങ്ങൾ തീർക്കുക, അല്ലെങ്കിൽ ഞങ്ങളുടെ ഭൂമിയിൽ ആക്രമിക്കാതിരിക്കുക. ഇതാണ് സൗദി അറേബ്യ മുന്നോട്ട് വെക്കുന്ന നിലപാട്. നിങ്ങൾ ഒന്നുകിൽ എന്ത് ചെയ്യണം? യുദ്ധം അവസാനിപ്പിക്കണം. യുദ്ധം അവസാനിപ്പിക്കാനുള്ള പ്രധാനമായിരിക്കുന്ന കാര്യം വെച്ചാൽ നിങ്ങൾ ഇറാൻ ആക്രമിക്കാൻ തന്നാൽ മതി. അപ്പോൾ അതിന് ഓട്ടോമാറ്റിക്കായിട്ട് തിരിച്ചാക്രമണം ഉണ്ടാവില്ല. അല്ലെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യണം? ഞങ്ങളുടെ ഭൂമിയിൽ നിന്ന് വിട്ടുപോകണം. ഭൂമിയിൽ നിന്ന് പതുക്കെ ഘട്ടം ഘട്ടമായിട്ട് ഒഴിഞ്ഞു പോകണം എന്നുള്ളതാണ്. വലിയ സൈനിക സംവിധാനങ്ങൾ, അതായത് ടാങ്കുകൾ, അതേപോലെ തന്നെ യുദ്ധവിമാനങ്ങൾ, സംവിധാന കാര്യങ്ങളൊക്കെ ഈ പറയപ്പെട്ട അൽഖർജ് പ്രിൻസസ് സുൽത്താൻ എയർബേസിലേക്ക് യുദ്ധം ആരംഭിക്കുന്നതിൻ്റെ ഏതാനും ദിവസങ്ങൾക്ക് മുമ്പ് എത്തിയിരുന്നു. യുദ്ധം ആരംഭിച്ച് 2 ദിവസം കഴിഞ്ഞതിന് ശേഷം എത്തിയിരുന്നു. അപ്പോൾ ആ സമയത്ത് സൗദി അറേബ്യ അത് ചോദ്യം ചെയ്തു. സൗദി അറേബ്യ അമേരിക്കയോട് ചോദ്യം ചോദിച്ചു, എന്തിനാ എയർബേസിലേക്ക് ഇങ്ങനെ നിങ്ങളുടെ യുദ്ധവിമാന സംവിധാനങ്ങൾ അയക്കുന്നത്? കാര്യം ഇവിടുന്ന് യുദ്ധം ചെയ്യാൻ പറ്റില്ലല്ലോ, അങ്ങനെ ഒരു കരാർ വ്യവസ്ഥ നമ്മൾ തമ്മിലില്ലല്ലോ. സമാധാനപരമായിരിക്കുന്ന ഒരു പ്രാക്ടിക്കൽ പോലെയുള്ള സംവിധാനത്തിന് മാത്രമാണ് ഭൂമി വിട്ടുകൊടുത്തത്, അത് നിങ്ങൾക്കും അറിയാവുന്നതാണ്. അപ്പോൾ അതിന് പറഞ്ഞ മറുപടി, ഇവിടെ നിന്ന് ഞങ്ങൾ മാറ്റിയിട്ട് ഖത്തറിലേക്കോ ബഹ്റൈനിലേക്കോ കുവൈറ്റിലേക്കോ മാറ്റുന്നതാണ്, അല്ലെങ്കിൽ UAE-യിലേക്കോ ഈ മേഖലയിലേക്ക് മാറ്റാൻ വേണ്ടിയിട്ട് ഇവിടെ ഇറക്കപ്പെട്ടത് മാത്രമാണ്, അല്ലാതെ ഇവിടെ ഇതിന് വേണ്ടിയിട്ടുള്ള ഒരു സംവിധാനം ചെയ്യില്ല എന്ന് ഈ അമേരിക്ക സൗദി അറേബ്യയോട് പറഞ്ഞു. പക്ഷേ ഇവരെന്ത് ചെയ്തു? ഇവിടെ നിന്ന് ആക്രമണം നടത്തി. അതോടുകൂടി തിരിച്ചടി ഉണ്ടായി. വലിയ രീതിയിലുള്ള തിരിച്ചടിയിൽ ചില ഭാഗങ്ങളൊക്കെ തകരുകയും തീപിടിക്കുകയും സാമ്പത്തികപരമായിട്ട് വലിയ നഷ്ടവും ബാധ്യതയും ഉണ്ടായിട്ടുണ്ട് എന്നുള്ളതാണ്. ഇതോടുകൂടി സൗദി അറേബ്യയും അമേരിക്കയും തമ്മിൽ ഉടഞ്ഞു. നിങ്ങൾ എന്തിനാണ് പറയുന്നത്? ധിക്കാരപരമായ രീതിയിലും തങ്ങൾക്ക് എതിർപ്പ് ഉണ്ടാകുന്ന തരത്തിലും ഇത്തരം വിഷയത്തിൽ ഇടപെടുന്നു. ഇത്തരം വിഷയങ്ങൾ ഇവിടെ നിന്ന് ഉണ്ടാക്കുന്നത്. ഞങ്ങൾക്ക് ഇറാനോട് ശത്രുതയൊന്നുമില്ല, ഇറാൻ ഞങ്ങളോട് ശത്രുതയില്ല, അത് സൗഹൃദ ബന്ധമാണ്. അവരുടെ പ്രസിഡന്റ് ഇബ്രാഹിം റൈസി 3 തവണ സൗദി അറേബ്യ സന്ദർശിച്ചിട്ടുണ്ട്. അവരുടെ പ്രശ്നങ്ങളൊക്കെ ചൈനയുടെ നേതൃത്വത്തിൽ ഒത്തുതീർപ്പ് നടന്നതിന് ശേഷം 3 പ്രാവശ്യമെങ്കിലും ഇറാൻ്റെ പ്രസിഡന്റ് സൗദി അറേബ്യ സന്ദർശിച്ചിട്ടുണ്ട്. ഒരു പ്രാവശ്യമോ അല്ലെങ്കിൽ ഒന്നിൽ കൂടുതലോ തവണ സൗദി അറേബ്യയുടെ പ്രതിരോധ മന്ത്രി അടക്കം അതിൻ്റെ സംവിധാനങ്ങളും ഇറാൻ സന്ദർശിച്ചിട്ടുണ്ട്. അയത്തുള്ള അലി ഖംനയുമായിട്ട് ചർച്ച നടത്തിയ വീഡിയോകളൊക്കെ പുറത്തു വന്നതാണ്. ഞങ്ങൾ നല്ല സൗഹൃദം, നല്ല ബന്ധമാണ്. ആ ബന്ധത്തിന് ഉണ്ടാക്കുന്ന പ്രവൃത്തിയാണ് നിങ്ങൾ ചെയ്യുന്നത്. അങ്ങനെ ഇപ്പോൾ സൗദി അറേബ്യയും അമേരിക്കയും ഈ വിഷയമായിട്ട് ബന്ധപ്പെട്ട വലിയ വിഷയത്തിലാണ്. അതോടൊപ്പം തന്നെ UAE-യും അമേരിക്കയും തമ്മിൽ ബന്ധപ്പെട്ട വിഷയത്തിലാണ്. അറബ് ഉച്ചകോടി കൂടിയിട്ട് ഈ വിഷയത്തെക്കുറിച്ചൊക്കെ വലിയ രീതിയിലുള്ള ചർച്ചാ കാര്യങ്ങൾ നടത്തിയിട്ടുണ്ട്. അവിടെ നിന്ന് എടുത്ത ഏക ഒരു തീരുമാനം എന്ന് പറയുന്നത് നമ്മുടെ ദേശത്ത് നിന്ന് ഇറാൻ ആക്രമിക്കരുത്. അപ്പോൾ ഇറാൻ്റെ തിരിച്ചടി അമേരിക്ക പോലും പൊളഞ്ഞു പോകുന്ന ഭയപ്പെടുന്ന ഭീകരമായിരിക്കുന്ന തിരിച്ചടി ഉണ്ടാകുമ്പോൾ നമ്മളെ സംബന്ധിച്ചിടത്തോളം നമ്മളൊരു ശത്രുവിനെ ഉണ്ടാക്കിയെടുക്കുക എന്ന് പറഞ്ഞാൽ വലിയ പ്രയാസമുള്ള കാര്യമാണ്. നമുക്കതിനെ പ്രതിരോധിക്കാൻ സാധിക്കാത്തൊരു സാഹചര്യങ്ങൾ വരും. മാത്രവുമല്ല, ഈ അക്രമത്തിൻ്റെയൊക്കെ ഏതെങ്കിലും ഒരു ഭാഗത്തുള്ള ന്യായം ഇറാൻ്റെ ഭാഗത്തുണ്ട് എന്നുള്ളതാണ് കാര്യം. ഇവിടെയൊക്കെ അമേരിക്കയുടെ ബേസുകളുണ്ട്.
അവിടെ നിന്നാണ് നടക്കുന്നതെന്ന് അവർ പറയപ്പെടുന്നുണ്ട്. അതിനെ നമുക്ക് ഇല്ലാതെ എന്ന് പറയാൻ വേണ്ടി സാധിക്കില്ല. ആ തരത്തിലേക്ക് കാര്യങ്ങൾ പോകുന്നു. പിന്നീട് എന്ത് ചെയ്യണം? ഈ അമേരിക്ക പറഞ്ഞിരിക്കുന്ന 2 കാര്യമാണ്. ഒന്നുകിൽ നിങ്ങൾ എന്ത് ചെയ്യുക, നിങ്ങളുടെ ഭൂമി ഞങ്ങൾക്ക് ആക്രമിക്കാൻ വേണ്ടി വിട്ടുതരിക. ഇതുവരെ അറേബ്യൻ രാജ്യങ്ങളിൽ തങ്ങൾ ആക്രമിച്ചിട്ടുണ്ട് എന്ന് അമേരിക്ക പറഞ്ഞിട്ടില്ല. നമ്മൾ അതുകൂടി ആലോചിക്കേണ്ടതാണ്. ഇതുവരെ പറഞ്ഞിട്ടില്ല, അവരത് അംഗീകരിച്ചിട്ടേ ഇല്ല എന്ന് തന്നെയാണ് അവർ പറയുന്നത്. ഒന്നുകിൽ വിട്ടുതരിക, അതല്ലെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യുക, നിങ്ങൾ ഈ സംവിധാനത്തോട് സഹകരിക്കുക, അതായത് അമേരിക്കക്ക് പിന്തുണ നൽകുക. അതും ഉണ്ടായിട്ടില്ല. അപ്പോൾ അമേരിക്ക പിന്തുണ നൽകുന്നില്ല. അമേരിക്കയുടെ സൈനിക ബേസിൽ ഈ അറേബ്യൻ രാജ്യങ്ങളിൽ നിന്ന് ആക്രമിക്കാൻ വേണ്ടി സമ്മതിക്കുന്നുമില്ല. അങ്ങനത്തെ വല്ലാത്തൊരു പ്രതിസന്ധിയിലൂടെയാണ് അമേരിക്ക നടന്നു പോകുന്നത്. ഈ യുദ്ധം ലക്ഷ്യത്തിലെത്തിക്കാൻ വേണ്ടി സാധിക്കില്ലെന്ന് ഏറെക്കുറെ അമേരിക്കക്ക് ബോധ്യമായിട്ടുണ്ട്. പല വിഷയത്തിലും, ഇറാഖുമായിട്ട് ബന്ധപ്പെട്ട വിഷയത്തിലൊക്കെ പൂർണ്ണമായ രീതിക്ക് ഭൂപ്രദേശം അപ്പാടെ വിട്ടുകൊടുത്തിട്ടുണ്ട് അറേബ്യൻ രാജ്യങ്ങൾ. എന്നാൽ ഇറാനുമായിട്ട് ബന്ധപ്പെട്ട വിഷയത്തിൽ ഒരു തരത്തിലും ഭൂമി വിട്ടുകൊടുത്തിട്ടില്ല എന്ന് പറയുന്ന സമയത്ത് പൂർണ്ണമായിരിക്കുന്ന പിന്തുണ, അതായത് മാനസികമായിരിക്കുന്ന പിന്തുണ അറേബ്യൻ രാജ്യങ്ങൾക്ക് ഇപ്പോഴും ഇറാനോട് ഉണ്ട് എന്നാണ് നമ്മൾക്ക് മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് സാധിക്കുന്നത്.